നമസ്കാരം. പൂരാടൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാർച്ച് മാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുമെങ്കിലും കുടുംബാംഗങ്ങളെ ഒരുപക്ഷെ വരുന്ന സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം മാത്രമേ ഉദ്യോഗമാറ്റം ഉണ്ടാവുകയുള്ളൂ. വ്യാപാരത്തിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും. വ്യാവസായികമായിട്ടുള്ള മേഖലകളൊക്കെ മാറ്റം വരുത്തുവാൻ തയ്യാറാകുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും അധികാരപരിധി വർദ്ധിക്കും. സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾ പരിഹരിക്കാൻ സാധിക്കാത്തതുവഴി മുതൽ മുടക്കിയുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറി നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോ ലാഭശതമാന വ്യവസ്ഥകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി സാഹസ പ്രവർത്തികളെല്ലാം ഒഴിവാക്കി യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുകയും മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും യോഗം കാണുന്നുണ്ട്. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടുവാനുള്ള യോഗം കാണുന്നു. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ആധുനിക സംവിധാനവും പൗരാണിക സമ്പ്രദായവും പുതിയ ഭരണ സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ശാസ്ത്രീയ രീതിയോടുകൂടിയതായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഫലപ്രാപ്തി നേടുവാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക. പൂരാടൻ നക്ഷത്രക്കാരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവ ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.